ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 23-ാമത് വചനം. മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു എന്നുള്ള വചനമാണ്. ഭക്തൻ ഈ വാക്യത്തിൽ ഓർപ്പിക്കുന്നത് സകല മനുഷ്യരും നടന്നു നീങ്ങുന്ന വഴി മരണത്തിലേക്കുള്ള വഴിയാണ്. അവസാനം സകല മനുഷ്യരും ചെന്ന് ചേരുന്ന വീട് മരണത്തിനപ്പുറത്തുള്ള വീടാണ് എന്നോർമ്മപ്പെടുത്തുമ്പോൾ, സകല മനുഷ്യരും മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവർ എന്ന് ബോധ്യപ്പെടുത്തുന്ന ആഴമായ പ്രസ്താവനയാണ്. ലോകം കണ്ട ജ്ഞാനികളിൽ ജ്ഞാനിയാണ് ശലോമോൻ. ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനവധി പ്രസ്താവനകളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, മായ സകലവും മായയത്രേ, സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭമെന്നൊക്കെ ചോദിച്ച് ചോദ്യങ്ങളായി ഓർപ്പിക്കുന്ന വാക്കുകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് സകലതും മായയാണ് എന്ന് ശലോമോൻ പറയുന്നത്? സകലത്തിലും പ്രാധാന്യത കൽപ്പിച്ച് ആ നിലകളിൽ മനുഷ്യൻ മുൻപോട്ട് പോകുവാൻ നോക്കുമ്പോൾ നിങ്ങൾ മുൻപിൽ കാണുന്നതെല്ലാം മായയാണ്. മായയല്ലാത്തതായി ലോകത്തൊന്നും കാണുവാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് 2:16 പറയുന്നുണ്ട്, പോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല. വരും കാലത്ത് അവരൊക്കെയും പറന്നുപോകും. അയ്യോ, പോഷൻ മരിക്കുന്നതുപോലെ ജ്ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാം മായ, വ്യർത്ഥ പ്രയത്നവും അത്രേ. സകലരും മരിക്കും. ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും, വണ്ണമുള്ളവനും വണ്ണമില്ലാത്തവനും, സൗന്ദര്യമുള്ളവനും സൗന്ദര്യമില്ലാത്തവനും, വിദ്യാസമ്പന്നനും വിദ്യാഹീനനും, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾക്കും മരണമുണ്ട് എന്ന് ഈ വചനങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ശലോമോൻ പറയുന്നത്, നല്ല പേർ സുഗന്ധ തൈലത്തോളവും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. മരണമാണ് സകല മനുഷ്യരുടെയും അവസാനമെന്ന് വീണ്ടും വീണ്ടും ശലോമോൻ ഓർപ്പിച്ചുണർത്തുന്ന വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഭക്തനായ ഇയ്യോബ് പറയുന്നത്, ഞാൻ നടന്നു നീങ്ങുന്നത് മരണത്തിൻ്റെ താഴ്വരയിലേക്കാണ്. മരിച്ചവർ ചെന്നെത്തുന്ന കൂടാരത്തിലാണ് ഞാനും ചെന്നെത്തുക എന്നൊക്കെ പറയുന്നതായ വാക്കുകൾ ഈ വചനത്തിനുള്ളിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്തും ശലോമോൻ പറയുന്നത് പോലെ, ഭക്തനായ ഇയ്യോബ് പറയുന്നത് പോലെ, ഓരോ ചുവട്ടടിയും വെച്ചുകൊണ്ടിരിക്കുന്നത് മരണത്തിൻ്റെ താഴ്വരയിലേക്കാണ്. ഏത് ദിവസവും ഏത് പ്രായത്തിലും അത് നമ്മെ വന്ന് പിടിച്ചെന്നു വരാം. എന്നാൽ മരണത്തിനപ്പുറത്തൊരു വീടുണ്ട്. അത് നിത്യനായ ദൈവത്തോടു കൂടെയുള്ള വാസമാണ്. അവിടെ ചെന്നെത്തേണ്ടതിന് ഈ ലോക ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തോടു കൂടെ ആക്കി തീർക്കുവാൻ നമുക്ക് ഉത്സാഹിക്കുന്നവരും ആ നിലകളിൽ ജീവിക്കുന്നവരുമായി തീരാം. അതിന് സർവശക്തനായ ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, ക്ഷണികമാണ്. പുല്ലുണങ്ങുന്നതുപോലെ, പൂവാടി പോകുന്നതുപോലെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒന്നാണ് ഞങ്ങളുടെ ജീവിതം. മരണത്തിനപ്പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യകൂടാരത്തിൽ ചെന്നെത്തേണ്ടതിന് ഞങ്ങളുടെ സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തോടു കൂടെ ഈ ലോക ജീവിതം ഞങ്ങൾക്ക് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.